പിന്നെ നമ്മുടെ കൂടെ ഉള്ളത് വർഷയാണ്. നമ്മുടെ ഈ കഴിഞ്ഞ ജാം എക്സാമിന് 174 ആണ് വർഷയുടെ റാങ്ക്. അതൊരു എന്താണ് എക്സ്ട്രാ ഓർഡിനറി റാങ്ക് ആണ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തായാലും വർഷക്ക് അതിനായിട്ടുള്ളൊരു സ്പെഷ്യൽ പ്രിപ്പറേഷൻ ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമ്മുടെ കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ടോക്ക് സീരീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വർഷക്കൊന്ന് ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം, എങ്ങനെയായിരുന്നു ഓവറോൾ ജാം പ്രിപ്പറേഷൻ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ടീം ബെൻസിൽ. ബെൻസിൽ ഇല്ലാണ്ട് എനിക്ക് എന്തായാലും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അത്രയും സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ തേർഡ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ബെൻസിൽ ജോയിൻ ചെയ്തിരുന്നു. കാരണം എന്റെ സീനിയേഴ്സ് കുറെ പേര് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പൊ തേർഡ് ഇയർ ഓൺഗോയിങ് സമയത്ത് തന്നെ എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ കഴിഞ്ഞിരുന്നു. പക്ഷെ എന്റെ റാങ്ക് 2546 ആയിരുന്നു. അപ്പൊ എനിക്ക് അഡ്മിഷൻ എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴായിരുന്നു 24 ബെഞ്ചിന്റെ റിസൾട്ട് കണ്ടത്. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു. പിന്നെ ഞാൻ വേറെ ഒന്നും ആലോചിച്ചില്ല. ഓഫ്ലൈനിൽ ജോയിൻ ചെയ്യാൻ എന്തായാലും നമുക്ക് IIT കിട്ടുന്ന എനിക്ക് അപ്പൊ തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ്ലൈൻ ബെഞ്ചിൽ ജോയിൻ ചെയ്തു. ഞാൻ അവിടെ ജൂൺ 30 ആകുമ്പോഴാണ് എത്തിയത്. ജൂലൈ 1 തൊട്ട് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ദിവസം ക്ലാസ് ഉണ്ടാവും. ഞാൻ ഫസ്റ്റ് തൊട്ട് തന്നെ അപ് ടു ഡേറ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ സീനിയേഴ്സ് ഹരിചന്ദ്രൻ ചേച്ചി ആണെങ്കിലും പിത ചേച്ചി ആണെങ്കിലും കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അവർ എത്ര മണിക്കൂർ പഠിച്ചു, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ നന്നായിരിക്കും, ക്ലാസ് നോട്ട്സ് എല്ലാം. എനിക്ക് ഓർഗാനിക്കിൽ കുറച്ച് ഞാൻ വീക്ക് ആയിരുന്നു. എനിക്ക് തീരെ ബേസ് ഉണ്ടായിരുന്നില്ല. അപ്പോ ഫസ്റ്റ് തൊട്ട് തന്നെ എല്ലാം പഠിച്ചു പോകാൻ നല്ല സമയം എടുത്തിരുന്നു. പിന്നെ ഓഫ്ലൈൻ ക്യാമ്പസ് ആയതുകൊണ്ട് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആയിരുന്നു. നമുക്ക് വേറെ ഒന്നും ഡിസ്ട്രാക്ട് ചെയ്ത് നമ്മൾ പോവില്ല. അപ്പോ ദിവസം ഞാൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു ജൂലൈ തൊട്ട് തന്നെ ഒരു 12 hours ഒക്കെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ മൂന്നും ഓർഗാനിക്, ഫിസിക്കൽ, ഇൻഓർഗാനിക് മൂന്നിനും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെയാണ് പഠിച്ചത്. എന്റെ വീക്ക്നെസ് ഓർഗാനിക് ആയിരുന്നു. അപ്പൊ അതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പഠിക്കാൻ തുടങ്ങി. ഡൗട്ടൊക്കെ കുറെ വരും. അപ്പൊ റംഷാദ് സാറും ഇജാസ് സാറും എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം എനിക്ക് ഓർഗാനിക് തീരെ ബേസ് ഇല്ലാത്തതുകൊണ്ട് നല്ല പ്രശ്നമായിരുന്നു ആദ്യം. അങ്ങനെയായിരുന്നു പഠിച്ചു പോയത്. പിന്നെ ഓഫ്ലൈൻ ആയതുകൊണ്ട് വീട്ടിൽ അങ്ങനെയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. മന്ത് എൻഡ് ആകുമ്പോൾ ഒരു 3 ദിവസം ലീവ് കിട്ടും. അപ്പൊ മാത്രമേ വീട്ടിൽ വന്നുള്ളൂ. പിന്നെ ഫുൾ പ്രിപ്പറേഷൻ അവിടെ നിന്ന് തന്നെ ആയിരുന്നു. അങ്ങനെയായിരുന്നു പോയത്. ഒരു ഡിസംബർ ആകുമ്പോഴേക്കും എല്ലാം കംപ്ലീറ്റ് ചെയ്തിരുന്നു. ജാനുവരി ഫുള്ളും റിവൈസ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു എക്സാം എഴുതിയിരുന്നത്. ഈവൻ നിങ്ങൾ വന്ന സമയത്ത് നമ്മുടെ ലാസ്റ്റ് ബാച്ചിലെ ടോപ്പേഴ്സ് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. ഫിദയും കൃഷ്ണപ്രിയയും ഹരിചന്ദ്രനൊക്കെ ഉണ്ടായിരുന്നില്ല കുറച്ച് സമയം. കുറച്ച് സമയം ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. ക്യാമ്പസിൽ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലേ? കുറെ ഹെൽപ്പ് ചെയ്തിരുന്നു. അവര് ഇപ്പൊ അവർ IIT മദ്രാസിൽ പോയാലും അവർ നമുക്ക് ഹെൽപ്പ് ചെയ്തിരുന്നു. സ്റ്റാർട്ടിങ് അവിടെ വന്നപ്പോ തന്നെ ഞങ്ങള് ആ ചേച്ചിമാരിനെ വിട്ടില്ല. എങ്ങനെ പഠിക്കണം, ക്ലെയ്ഡൻ എങ്ങനെ വായിക്കണം, എത്ര മണിക്കൂർ പഠിക്കണം, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങള്, ഫുഡ് എത്ര മണിക്കൂർ എത്ര സമയം എടുത്തിട്ട് കഴിക്കണം എന്നൊക്കെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഡിസംബറിൽ അവർ ഒരു മാസം വന്ന് ഇവിടെ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്തല്ലോ അല്ലേ? അവര് നെറ്റ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി വന്നിരുന്നു. അപ്പോഴും അവര് ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാനിപ്പോ നൈറ്റ് ആയിരുന്നു ഞാൻ ഇരുന്ന് പഠിക്കാറ്. അപ്പൊ ഞാൻ ഒരു 12 മണിക്കൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് ഹരിചന്ദ്രൻ ചേച്ചി ഇങ്ങനെ കയറിപ്പോവും. അപ്പോഴും ഞാൻ വിളിച്ചിങ്ങനെ ചോദിക്കാറുണ്ട് ഡൗട്ട്. അപ്പൊ ചേച്ചി ഒട്ടും മടിയില്ലാണ്ട് വന്നിട്ട് പറഞ്ഞു തരാറുണ്ട്. ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു സീനിയേഴ്സ്. ആക്ച്വലി നമ്മൾ അവരെ വിളിച്ചത് തന്നെ അവർക്ക് നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. എസ്പെഷ്യലി നിങ്ങൾ ജാം എക്സാമിന്റെ ഒരു മാസം മുന്നേ അല്ലേ നിങ്ങൾ എല്ലാവരും ഒരു ചെറിയൊരു നാച്ചുറൽ ഏറ്റവും കൂടുതൽ നമുക്ക് സ്ട്രെസ്സും പ്രഷറും വരുന്ന സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മന്ത് ആണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അവരെ എസ്പെഷ്യലി അവരാണല്ലോ 5ഉം 17ഉം റാങ്കുകൾ വാങ്ങിയ കുട്ടികളല്ല. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. അത് തന്നെയാണ് നമ്മുടെ ഒരു പ്ലാനും. അവർക്കും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്കും എന്തായാലും അതിന്റെ ഒരു ഡബിൾ അഡ്വാൻറ്റേജ് ഉണ്ടാകും. അപ്പൊ നിങ്ങൾ അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി. അതെ 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 സർ. അപ്പൊ മീൻസ് നമ്മൾ ആ സമയത്ത് ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നല്ലോ. അപ്പൊ ചില ചാപ്റ്റേഴ്സിൽ ഒരു ക്വസ്റ്റ്യനെ ചെയ്തിട്ടുള്ളൂ. അങ്ങനെയൊക്കെ ചേച്ചിന്റെ അടുത്ത് കംപ്ലൈന്റ് പോയിട്ടുണ്ട്. അപ്പൊ ചേച്ചി ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയല്ല, ഈ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് എന്തായാലും കിട്ടും, ടെൻഷൻ അടിക്കണ്ട, അങ്ങനെ മെന്റൽ സപ്പോർട്ട് ഭയങ്കരമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. എക്സാമിന് തലേന്നടക്കം ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടാ പോയത്. അപ്പൊ ഒരു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഈവൻ ഓൺഗോയിങ് സമയത്തും ഡിഗ്രി തേർഡ് ഇയർ സമയത്തും വർഷം ഇടക്കിടക്ക് എന്റെ ഒരു ഓർമ്മയിൽ വർഷം ഇങ്ങനെ വിളിക്കുന്നത് എനിക്കൊരു ഓർമ്മയുണ്ട്. കോളേജിൽ പോകുമ്പോൾ സാർ എനിക്ക് കിട്ടുമോ,
സർ ഞാൻ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, പല കാര്യങ്ങളും വർഷ ഓപ്പൺ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു ചോദിച്ചിരുന്നു. പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട അതെ കാര്യങ്ങൾ. അതെ 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 സർ. അപ്പൊ തന്നെ എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു IIT പോണം. IIT മദ്രാസ് ആയിരുന്നു എനിക്ക് ഫസ്റ്റ് തൊട്ട് തന്നെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഇവിടെ വരുമ്പോ അതെനിക്ക് തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. കോൺഫിഡൻസ് വർഷം ഉണ്ടായിരുന്നു. എപ്പോഴും എന്നോട് ചോദിക്കും സർ മദ്രാസ് കിട്ടില്ലേ കിട്ടില്ലേ കിട്ടില്ല, ഏറ്റവും കൂടുതൽ തവണ ആ വർഷം എനിക്ക് ചോദിച്ചിട്ടുണ്ടാവുക. അതെ. അപ്പൊ എനിക്ക് വരുമ്പോ തന്നെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്തായാലും നമ്മൾ ഇപ്രാവശ്യം വാങ്ങും. ഏതെങ്കിലും ഒരു IIT എന്നുള്ളതല്ല എന്റെ ഒരു ആഗ്രഹം. വന്നപ്പോ തന്നെ എനിക്ക് IIT മദ്രാസ് ചേരുമെന്ന് ഞാൻ ആലോചിച്ചിരുന്നില്ല. ഓൺലൈനില് മീൻസ് ഞാൻ BSc ഓൺഗോയിങ് സമയത്ത് തന്നെ പഠിച്ചിരുന്നു. അപ്പൊ അത്ര ടൈം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ദിവസം ഒരു 2 hours ഒക്കെ ക്ലാസ് കേൾക്കും, ആ നോട്ട്സ് പ്രിപ്പയർ ചെയ്യും. ഈവൻ ഞാൻ ഈ നോട്ട്സ് വെച്ചിട്ടായിരുന്നു ഡിഗ്രിക്കടക്കം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ ഡിഗ്രി അത്ര ക്ലാസ് ഒന്നും കയറില്ലല്ലോ. ഈ ഓൺലൈൻ ക്ലാസ് ആ നോട്ട്സ് ഒക്കെ സെയിം സിലബസ് ആയതുകൊണ്ട് ഈ നോട്ട്സ് തന്നെയായിരുന്നു ഞാൻ അതിനും വെച്ച് പഠിച്ചിരുന്നത്. സെമിന് മുന്നേ ഈവൻ ഡിഗ്രി പോകുമ്പോൾ കഴിയുമ്പോൾ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റിയിരുന്നല്ലോ വർഷത്തിൽ അല്ലേ? ക്വാളിഫൈ ചെയ്തിരുന്നു. എന്റെ 2546 ആയിരുന്നു കഴിഞ്ഞ ഈവൻ ആ വർഷത്തെ ഒരു റാങ്ക്. നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ എഫേർട്ട് ഇട്ടതാണ് ആ കാണുന്നത്. നിങ്ങൾ എന്തായാലും ഡിഗ്രി തേർഡ് അതെ സമയത്ത് കുറച്ച് നോക്കിയല്ലോ. അതെ 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 സർ. അതാണ്. ഓ എന്ത് പറയുന്നു ഫാമിലി, വീട്ടുകാരും? ഒരുപാട് അച്ഛനും അമ്മയും ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് അല്ലേ ഓഫ്ലൈൻ ക്യാമ്പസിൽ? ഒരുപാട് ആ അത് ഞാനിപ്പോ ഒറ്റക്കുട്ടി ആയതുകൊണ്ട് അവര് ഫുൾ ഫോക്കസ് എന്റെ മുകളിലായിരുന്നു. ആ അവർക്ക് ഇങ്ങനെ വിട്ടു നിൽക്കാൻ ഒരു ചെറിയൊരു വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ? ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അത് ആദ്യത്തെ ടൈമായിരുന്നു ഹോസ്റ്റൽ. അപ്പോ പിന്നെ പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നമുക്ക് ഡിസ്ട്രാക്ഷന് വേറെ വഴിയൊന്നുമില്ല. ഫുൾ ടൈം പഠിക്കണം പഠിക്കണം ആ ഒരു മൈൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ കുഴപ്പമുണ്ടായിരുന്നില്ല. ഫാമിലി ഭയങ്കര ഹാപ്പിയാണ്. ഉം, ഉം. ആ അവര് ഒരുപാട് എക്സ്പെക്ട് ചെയ്ത വർഷം എന്തായാലും അവരുടെ ആഗ്രഹം മദ്രാസ് തന്നെ ആയിരുന്നല്ലോ. അതെ അതെ സർ. എന്ത് പറയുന്നു ഫ്രണ്ട്സ് ഒക്കെ? അവരിപ്പോ അവരുടെ കോളേജിലൊക്കെ പോയി പറയുന്നുണ്ട് എന്റെ ഫ്രണ്ട് ഇപ്പൊ IIT പോവാണ്. അപ്പോ അങ്ങനെ ഭയങ്കര ഇതാണ്. പിന്നെ എന്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് BEd കഴിഞ്ഞു. അപ്പൊ അവരിപ്പോ ബെഞ്ചിൽ ജോയിൻ ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. BEd കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് ഇയർ ഇപ്പൊ BEd. ആ BEd ഓക്കെ. കഴിഞ്ഞിട്ട് MSc ചെയ്യുകയാണെങ്കിൽ ബെഞ്ചിൽ ജോയിൻ ചെയ്യണം. അപ്പൊ എന്റെ അടുത്ത് കുറെ ടിപ്സ് ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് പഠിച്ചത്, ക്ലാസ്സസ് ഓൺലൈൻ ആക്കണോ ഓഫ്ലൈൻ ആക്കണോ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിന്നെ എങ്ങനെ ഉണ്ടായിരുന്നു വർഷം? പാലക്കാടാണ് സ്ഥലം. കുറച്ചും കൂടി എനിക്ക് ഉം, തോന്നുന്നു ബോർഡർ ആണെന്ന് തോന്നുന്നു അല്ലേ വർഷം? ചിറ്റൂർ ഈ ഉം, സൈഡിലേക്ക് ഉം, വരുന്നത്. ഉം. അവിടെയും അതേപോലെ പാലക്കാട് കോഴിക്കോട് വലിയ ചിറ്റൂർ. ഡിസ്റ്റൻസ് ഒന്നും ഇല്ല. എന്നിരുന്നാൽ നമ്മുടെ ക്യാമ്പസ് ആ, കുറച്ചും കൂടെ ഒരു ഐസൊലേറ്റഡ് ഉം, പ്ലേസിലാണ് കേട്ടോ. അപ്പൊ ഈ ഒരു ഉം, ആ. എൻവയോൺമെന്റും ഹ്യൂജ് ഡിഫറൻസ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ബെഞ്ചിൽ നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. ആദ്യം വന്നപ്പോ ഇതൊന്ന് മീൻസ് നമ്മൾ സ്ട്രെസ് ആവുമല്ലോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ പഠിച്ചിട്ട് വീട്ടിൽ പോയാൽ മതി എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ വീട്ടിൽ വന്നിട്ട് ഞാൻ ഇന്നലെ അടക്കം ഞാൻ അമ്മയും പറയായിരുന്നു എന്ത് നല്ല പ്ലേസ് ആയിരുന്നു, എന്താണ്ട് അവിടെ ഇരുന്നാ മതി. നമ്മുടെ ഇവിടുത്തെ ഒരു പക്ഷെ ഇപ്പൊ വീട്ടിൽ തന്നെ നല്ല ഗ്രീനറി ആണല്ലോ ഓവറോൾ. കുട്ടികൾക്ക് വളരെ ഗ്രീൻ എൻവയോൺമെന്റ്. ആ ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എനിക്കിപ്പോ അവിടെ ഇപ്പൊ വരണമെന്നാണ്. ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ലീവ് കിട്ടുമ്പോഴൊക്കെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് വരണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആണ്. ഫുഡ് ആണെങ്കിലും എല്ലാം നല്ല ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് സ്ട്രെസ് ആയിട്ട് വരുമ്പോ നമുക്ക് പുറത്തുനിന്ന് നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഭയങ്കര ആശ്വാസമാണ്. കുറച്ചൊരു ചെയറിട്ട് അവിടെ ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അപ്പുറത്തെ സൈഡ് ഫുള്ളും ഫോറസ്റ്റും ഭയങ്കരത്തെ എൻവയോൺമെന്റ് ആണ്. അടിപൊളിയായിരിക്കും. പിന്നെ എന്റെ അച്ഛൻ അതിൽ കൂടെ വരുമ്പോ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് നീ വലുതായിട്ട് ഈ സ്ഥലത്ത് ഒരു വീട് വാങ്ങണം, നമുക്ക് എന്തായാലും ഇവിടെ ഒന്ന് സെറ്റിൽ ആവാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്രയ്ക്കും ഇഷ്ടപ്പെട്ട സ്ഥലമാണ്. കെമിസ്ട്രിക്കാർ ഒരുപാട് അവിടെ ഫിൽ ആകുമോ ഈ ഭാഗത്ത്? അതെ അതെ. ഓക്കെ, ഓക്കെ. വേറെന്തൊക്കെയാണ് ഈ വെക്കേഷൻ ടൈം എങ്ങനെ പോകുന്നു? വെക്കേഷൻ ടൈം ഇപ്പൊ ഇനി അടുത്ത ആഴ്ച തൊട്ട് ക്ലാസ് ആ ചേരണം, നമ്മുടെ അതുണ്ട്. എന്താ നിങ്ങളുടെ MSc IITയുടെ ക്ലാസ്. സപ്പോർട്ട് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഓക്കെ. ആ ആ ആ അതെന്തായാലും കേട്ട് തുടങ്ങും. പിന്നെ നല്ല PG പ്രിപ്പറേഷൻ നല്ല ഹെൽപ്ഫുൾ ആവും അത് കേട്ടോ. ഓ, അത് നമ്മൾ സമയം ജൂണിലാണ് അപ്പൊ സ്റ്റാർട്ട് പഠിക്കണം. ചെയ്യുന്നത്. ഇജാസ് സാറുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്താൽ ആ മതി. ഓക്കെ. ആ ഇതെല്ലാം നിങ്ങൾക്ക് IIT നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. നിങ്ങൾ എല്ലാം എക്സ്പ്ലോർ ചെയ്യും ആ ആ മാക്സിമം. ആ ഓക്കെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ PG ഏറ്റവും നല്ല രീതിയിൽ ചെയ്യും. ഈ പറഞ്ഞ പോലെ എന്തായാലും ഓക്കെ. മദ്രാസിലാണ് പോകുന്നതെങ്കിൽ ഒരു പ്രിപ്പറേഷനും ലൈബ്രറിയും അതേപോലെ തന്നെ എല്ലാ ആക്ടിവിറ്റീസിലും ഇൻവോൾവ് ആവും. അതേപോലെ നല്ലൊരു CGPA ടാർഗറ്റ് ചെയ്യും. കാരണം അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് PhD ഒക്കെ പോകാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ അതിന്റെ കൂടെ ഇനിയിപ്പോ നെറ്റും ഗേറ്റും ഒന്നും വലിയ ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നില്ല. കാരണം ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. നിങ്ങൾ ഈ ഒരു പെർഫോമൻസിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് കിട്ടാവുന്നതാണ്. ഒരു ചെറിയൊരു സപ്പോർട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരു നല്ല റാങ്കിലേക്ക് മാറാം. അപ്പൊ അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യൂ കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ വർഷ, വളരെ സന്തോഷം. കാരണം താങ്ക് യു.
എന്തൊക്കെ പറഞ്ഞാലും വർഷമൊക്കെ ഉണ്ടായിരുന്നല്ലോ, കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു അൺസർട്ടനിറ്റി അതെ നടന്ന സമയങ്ങളൊക്കെ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ടായിരുന്നല്ലോ. അതെ അതെ ഓക്കെ ദെൻ ഓക്കെ. ഓക്കെ സർ, താങ്ക് യു.